അപ്പോൾ 2026 റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അറിയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചുകൊണ്ടൊരു പോസ്റ്റ് ബെർലിനിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഇട്ടിരുന്നു, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ നിരവധി കമന്റുകളാണ് വിദ്യാർത്ഥികളും പേരൻസും നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ മറുപടികളുമായിട്ടാണ് നമ്മൾ ഇന്ന് വരുന്നത്. അപ്പോൾ ശിവൻ സാർ, നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. തീർച്ചയായിട്ടും സാർ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം മറ്റൊന്നുമല്ല, ബെർലിനിൽ എങ്ങനെയാണ് നീറ്റ് ആസ്പിരന്റിന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ബെർലിനിൻ്റെ ഏത് പ്രോഗ്രാം ആണെങ്കിലും 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 10th, 11th, 12th ശേഷമുള്ള 1 year റിപ്പീറ്റർ പ്രോഗ്രാം ഏതാണെങ്കിലും berlinpala.org എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആദ്യം ഒരു സ്റ്റുഡൻറ്റ് ID ക്രിയേറ്റ് ചെയ്യേണ്ടതും. ഈ ഒരു കാലയളവിൽ എപ്പോഴെങ്കിലും നമ്മൾ ആ സ്റ്റുഡൻറ്റ് ID കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ സ്റ്റുഡൻറ്റ് IDയിൽ നിന്നിട്ടാണ് നമ്മൾ വിവിധ പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ലോങ് ടൈമിൽ 11th, 12th പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണെങ്കിൽ ആ അതേ നമ്പർ വെച്ചിട്ട് തന്നെയാണ് റിപ്പീറ്ററിന് അപ്ലൈ ചെയ്യേണ്ടത്. അല്ല, പുതിയൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ berlinpala.org സ്റ്റുഡൻറ്റ് പോർട്ടലിനകത്ത് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ രജിസ്ട്രേഷൻ സ്റ്റെപ്പ് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പഠിക്കുന്ന ക്ലാസ്സിന് ആനുപാതികമായിട്ടുള്ള പ്രോഗ്രാമുകൾ ബെർലിൻ്റെ സൈറ്റ് കാണിച്ചു തരും. ഉദാഹരണം 12th കംപ്ലീറ്റഡ് എന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നീറ്റ് ഓൺലൈൻ, നീറ്റ് ഓഫ്ലൈൻ, JEE ഓൺലൈൻ, JEE ഓഫ്ലൈൻ, JEE അഡ്വാൻസ്ഡ് ഓൺലൈൻ, JEE അഡ്വാൻസ്ഡ് ഓഫ്ലൈൻ, ഈ പ്രോഗ്രാമുകൾ കാണിച്ചു തരും. നമ്മൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സെൻറ്ററിൽ വേണം ക്ലാസ്സുകൾ. ബെർലിനിന് 8 ക്ലാസ് റൂം സെൻറ്ററുകളും ഓൺലൈൻ പ്രോഗ്രാമുമാണുള്ളത്. അതിലേത് സെൻറ്ററിലാണ് ക്ലാസ് വരുന്നതെന്ന് കാണിക്കും. അതിൽ നമ്മളിപ്പം കോഴിക്കോടെന്നോ തിരുവനന്തപുരമെന്നോ പാലാന്നോ എവിടെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അത്യാവശ്യം മാർക്കുകൾ, 10th മാർക്ക്, 12th മാർക്ക് അത്രയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ ഇവിടുന്ന് വിളിക്കും, താങ്കൾ ഇന്ന കോഴ്സിന് അപ്ലൈ ചെയ്തിരുന്നല്ലോ, അപ്പോൾ ഇതിൻ്റെ ഫീസ് ഇത്രയാണ്, ഇതിൻ്റെ സ്കോളർഷിപ്പ് ഇന്ന കാര്യങ്ങളാണ്, ഹോസ്റ്റൽ സംവിധാനങ്ങൾ ഇന്നതാണ്, ക്ലാസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു 20 മിനിറ്റോളം എടുത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ആ കുട്ടിക്കും ആ പേരൻറ്റിനും ബെർലിൻ്റെ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് മാത്രം ഫീസ് അടച്ചാൽ മതിയാകും. എന്നിട്ട് ഫീസ് അടച്ച് ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം ഹോസ്റ്റലുകളും അത് ബെർലിൻ്റെ നിന്ന് തന്നെ അലോട്ട് ചെയ്യുന്നു. അതിനുശേഷം ക്ലാസ് തുടങ്ങുന്ന ഡേറ്റ്, അപ്പോൾ ആ ഫീസ് അടയ്ക്കുന്ന അന്ന് മുതൽ തന്നെ ലേണിംഗ് ആപ്പ് ആക്റ്റീവ് ആകും. അതോടൊപ്പം ഒരു ക്ലാസ് മെൻറ്റർ നിലവിൽ വരും. ആ ക്ലാസ് മെൻറ്റർ ആയിരിക്കും പിന്നെ 1 വർഷം അവരുടെ കൂട്ടത്തിലുള്ള സഞ്ചാരം ഉണ്ടാവുക. ആ ക്ലാസ് മെൻറ്ററിൻ്റെ നമ്പറൊക്കെ സേവ് ചെയ്തിട്ട് അവരെ പിന്നെ കോൺടാക്റ്റ് ചെയ്യും. അവർ തിരിച്ച് ക്ലാസ് മെൻറ്റർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് എന്നാണ് ക്ലാസ് തുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയിക്കും. ഹോസ്റ്റൽ അലോട്ട് ചെയ്തിരിക്കുന്ന ഏതാണെന്നുള്ളതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വിളിക്കും. ഇന്ന ഹോസ്റ്റലാണ്, എന്തൊക്കെ സാധനങ്ങൾ ഹോസ്റ്റലിൽ കൊണ്ടുവരണം എന്നുള്ളതിനൊക്കെ അങ്ങോട്ട് വിളിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് വിവിധ സെൻറ്ററുകളിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ബെർലിൻ്റെ സൈറ്റിലുണ്ട്. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അതിനകത്തുണ്ട്. ഏതാണ്ട് 10ഓളം ഫോൺ നമ്പറുകൾ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 10ഓളം മൊബൈൽ നമ്പറുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നേരിട്ട് നമുക്ക് ചോദിച്ച് നമ്മുടെ സംശയങ്ങളൊക്കെ നമുക്ക് നിവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ berlinpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സർ, അതുപോലെ അടുത്തൊരു ചോദ്യം, ബെർലിനിൽ അഡ്മിഷൻ എടുക്കുന്നതിന് പ്രത്യേക ക്രൈറ്റീരിയകൾ എന്തെങ്കിലും ഉണ്ടോ? യഥാർത്ഥത്തിൽ നമുക്ക് ഒരു കുട്ടിയെ അഡ്മിഷൻ എടുക്കുമ്പോൾ, അത് ഏത് പ്രോഗ്രാമിനാണെങ്കിലും അഡ്മിഷൻ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ലെവലിൽ അദ്ദേഹത്തിന് അത് പഠിച്ച് അത് അവരുടെ കുടുംബത്തിനും അദ്ദേഹത്തിനും ഉപകാരപ്രദമാകാം എന്ന് നമുക്ക് തോന്നുന്ന ഒരു ക്രൈറ്റീരിയ നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യാറുണ്ട്. അതൊന്നെങ്കിൽ മാർക്കാവാം, അല്ലെങ്കിൽ ബെർലിൻ്റെ തന്നെ പരീക്ഷയാവാം, അല്ലെങ്കിൽ മറ്റ് ഒളിമ്പ്യാഡ് പോലുള്ള മറ്റുള്ള അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കാം. അപ്പം ഏതെങ്കിലും ഒരു മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഏത് പ്രോഗ്രാമിനും അഡ്മിഷൻ കിട്ടും. അഡ്മിഷൻ കിട്ടുന്നതിന് അങ്ങനെ വലിയൊരു ക്രൈറ്റീരിയോ വലിയൊരു സാങ്കേതിക തടസ്സങ്ങളോ അങ്ങനെയൊന്നുമില്ല. ആ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ വിളിച്ചിട്ട് കൃത്യമായിട്ടും അതിൻ്റെ ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യും. അപ്പം ഇപ്പോൾ റിപ്പീറ്റർ പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 10th മാർക്ക്, +1 മാർക്കൊക്കെ അനുസരിച്ച് നമ്മൾ ഇതുവരെ അഡ്മിഷൻ കൊടുത്തിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും +2 ബോർഡ് എക്സാം നിലവിൽ മാർക്ക് വന്നു. അതുകൊണ്ട് +2 ബോർഡ് എക്സാമിൻ്റെ മാർക്കാണ് നമ്മൾ ആദ്യം പരിഗണിക്കുന്നത്. ഇനി ബോർഡ് എക്സാമിന് അല്പം മാർക്ക് കുറവാണെന്നിരിക്കട്ടെ, ബെർലിൻ്റെ തന്നെ ഒരു പരീക്ഷ നടത്തുന്നുണ്ട്. അതിനകത്ത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കുട്ടിക്കും മനസ്സിലാകുമല്ലോ. താങ്കൾക്ക് എത്രത്തോളം ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല റിസൾട്ട് വരാൻ സാധിക്കുമെന്ന് അവനൊന്ന് അറിയണമല്ലോ. സ്ക്രീനിങ് ടെസ്റ്റ് എല്ലാവരും എഴുതണോ? വേണ്ട. സ്ക്രീനിങ് ടെസ്റ്റ് ആ +2 മാർക്കോ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിൽ ആ +2 വെച്ച് കിട്ടുന്ന സ്കോളർഷിപ്പിനേക്കാൾ ഉയർന്ന ഒരു സ്കോളർഷിപ്പ് കിട്ടണം എന്നുള്ളവർ എഴുതിയാൽ മതിയാകും. അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അഡ്മിഷൻ കിട്ടും. ഇനി ഈ വർഷത്തെ നീറ്റ് 2025 അല്ലെങ്കിൽ JEE കേരള എഞ്ചിനീയറിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ടോ? അതിൻ്റെ മാർക്ക് വെച്ചിട്ടും
നമുക്കിവിടെ പ്രവേശനം കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു മാനദണ്ഡം കൂടി മാത്രമാണ് നമ്മൾ പ്രവേശനം നടത്തുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ വിലയേറിയ സമയം, 1 വർഷത്തോളമുള്ള സമയം, അവരുടെ പൈസ, അതിന് നമ്മളൊരു മൂല്യം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അപ്പോൾ ആ 1 വർഷം നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഉപയോഗപ്രദമാകും എന്നുള്ളതെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നമുക്ക് അല്പം ഉടനെ ഒരു ചോദ്യം ഉണ്ടാകാം, നമുക്ക് ഈ അഡ്മിഷൻ വരുന്ന ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുമോ? അങ്ങനെയല്ല, അവരുടെ എത്രത്തോളം എഫേർട്ട് ഇടാനായിട്ട് സാധിക്കും. നമ്മൾ എല്ലാ സെൻറ്ററുകളിലും എല്ലാ ക്ലാസ് റൂമിലും ഒരേ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ നൽകുന്നത്. അതിൽ ഏറ്റവും നന്നായിട്ട് അത് ഉപയോഗിക്കുന്ന, ഏറ്റവും നന്നായിട്ട് എൻട്രൻസിൻ്റെ ലോജിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന, നന്നായിട്ട് മെൻ്റൽ സ്റ്റെബിലിറ്റി ഉള്ളൊരു വിദ്യാർത്ഥി അതിനകത്ത് കൂടുതൽ പക്വതയായിട്ട് വിജയം നേടും. അത് അവരുടേതൊക്കെ ഒരു ഹാർഡ് വർക്കും ഒരു എഫേർട്ടും കൂടെ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ബ്രില്യൻറ്റിന് അഡ്മിഷൻ എടുക്കാനായിട്ട് വിവിധ ക്രൈറ്റീരിയകൾ മനസ്സിലാക്കാനായിട്ട് ബ്രില്യൻറ്റ് വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും. ഇനി +2 മാർക്ക് വെച്ചിട്ടും ബ്രില്യൻറ്റ് തന്നെ സ്ക്രീൻ ടെസ്റ്റ് വെച്ചിട്ട് ഈ വർഷത്തെ നീറ്റിൻ്റെ മാർക്കൊക്കെ വെച്ചിട്ട് ഇവിടെ പ്രവേശനം കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. ലളിതമായ രീതികൾ മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ അപ്ലൈ ചെയ്താൽ തന്നെ അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫീസ് അടച്ചാൽ മതിയാകും. സർ, അതുപോലെ അടുത്തൊരു പ്രേക്ഷകന്റെ ചോദ്യം ഇതാണ്, കൺട്രോൾഡ് ഹോസ്റ്റലും സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബ്രില്യൻറ്റിന് യഥാർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. ഒരേ അന്തരീക്ഷമാണ്, ഒരേ ലൈബ്രറി ഫെസിലിറ്റികളും വൈഫൈ സൗകര്യങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. ഫുഡ് മെനു ഒന്ന് തന്നെയാണ്. അവിടുത്തെ ചാർജ്, റെൻ്റ് ആണെങ്കിലും ഫുഡിൻ്റെ ചാർജും ഒന്ന് തന്നെയാണ്. ബ്രില്യൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല. പിന്നെ കുട്ടികളുടെ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ കൺട്രോൾഡ് ഹോസ്റ്റലിന് ഒന്നെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ സ്വന്തം ബിൽഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് റെൻ്റ് എടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികൾ മാത്രം നിൽക്കുന്ന, അവിടെ വേറൊരു കുട്ടികളും ഉണ്ടാവില്ല, നമ്മുടെ കുട്ടികൾ മാത്രം നിൽക്കുന്ന നമ്മളുടെ വാർഡന്മാർ, ഓരോ ഫ്ലോറിലും 2 അതിലധികമോ വാർഡന്മാർ നിൽക്കുന്ന, നമ്മളുടെ തന്നെ 24 മണിക്കൂറും സൂപ്പർവിഷനുള്ള ഒരു ഹോസ്റ്റലിനെയാണ് നമ്മൾ ബ്രില്യൻറ്റിൻ്റെ കൺട്രോൾഡ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇതേ സംവിധാനങ്ങളും ഫുഡ് മെനുവും എല്ലാം തന്നെ ഉണ്ട്, ചാർജും ഇത് തന്നെയുള്ളൂ. പക്ഷേ അവിടെ ആ ഹോസ്റ്റലിൻ്റെ ഉടമയായിരിക്കും അവിടുത്തെ വാർഡൻ. നമ്മൾ പകൽ സമയങ്ങളിൽ കൃത്യമായിട്ട് ബ്രില്യൻറ്റ് നിയോഗിച്ചിരിക്കുന്ന ബ്രില്യൻറ്റിൻ്റെ സ്റ്റാഫ് അവിടെ ചെന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള ഒരു മേൽനോട്ടം വഹിക്കുകയാണ് പതിവ്. ഇതാണ് ഇത് നമ്മളുടെ വ്യത്യാസം എന്ന് പറയാനായിട്ടുള്ളൂ. ഇനി ബ്രില്യൻറ്റിൻ്റെ പാലാ സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ കൺട്രോൾഡ് ഹോസ്റ്റൽ എന്നും സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ എന്നും പറയുന്നുള്ള 2 വിധ സംവിധാനങ്ങളുള്ളൂ. ബ്രില്യൻറ്റിൻ്റെ ബാക്കിയുള്ള 7 സെൻറ്ററുകളിലും കൺട്രോൾ ഹോസ്റ്റലുകൾ മാത്രമേ ഉള്ളൂ. ബ്രില്യൻറ്റിൻ്റെ വാർഡന്മാർ എല്ലാ നിലകളിലും 2 അതിലധികമോ കുട്ടികളെ മോണിറ്റർ ചെയ്യാനായിട്ട് 24 മണിക്കൂറും ഉണ്ടാവും. സാർ, ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾക്കൊരു കൺഫ്യൂഷനോടെ വന്നേക്കാം, ഈ ഒരു സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ അല്ലെങ്കിൽ കൺട്രോൾഡ് ഹോസ്റ്റൽ കിട്ടിയ ഒരാൾക്ക് എങ്ങനെയാണ് അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക? തീർച്ചയായിട്ടും ഇപ്പം കുട്ടികൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ബ്രില്യൻറ്റിൽ മാത്രമേ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംവിധാനമുള്ളൂ. ബ്രില്യൻറ്റിന് മറ്റുള്ള ഏത് സെൻറ്ററിലാണെങ്കിലും, അത് കണ്ണൂരാണെങ്കിലും കോട്ടക്കലാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും എറണാകുളം കൊല്ലം തിരുവനന്തപുരം ഏത് സെൻറ്ററിലാണെങ്കിലും അവിടെ കൺട്രോൾഡ് ഹോസ്റ്റൽ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെയാണ് കുട്ടികൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വരുന്നത് കൊണ്ട് ഈ 2 സംവിധാനങ്ങളുള്ളത്. അപ്പോൾ ഒരു കൺട്രോൾ ഹോസ്റ്റൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വീടിനടുത്തുള്ള സെൻറ്റർ, എത്രത്തോളം സെൻറ്ററുകളുണ്ട്, അത് തിരഞ്ഞെടുത്താൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ കൺട്രോൾ ഹോസ്റ്റൽ കിട്ടും. സർ, അതുപോലെ അടുത്തൊരു ചോദ്യം ഈ ഫീസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഫീസ് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നീറ്റിലെ റിപ്പീറ്റർ ബാച്ചിലേക്ക് വരുമ്പോൾ? അവിടെ 2 തരത്തിലുള്ള ഫീസാണ് കുട്ടികൾക്ക് വരുന്നത്. ഒന്ന് നമ്മുടെ ട്യൂഷനായിട്ടുള്ള ഫീസും മറ്റൊന്ന് ഹോസ്റ്റലിൻ്റെ ഫീസുമാണ് വരുന്നത് കുട്ടികൾക്ക്. അത് ബ്രില്യൻറ്റിൻ്റെ ട്യൂഷൻ ഫീസ് നമുക്ക് ബ്രില്യൻറ്റിൻ്റെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ് വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ പേരൻസിനെയും കുട്ടികളെയും വിശദമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നു. അവർക്ക് വേണ്ട സ്കോളർഷിപ്പുകളെല്ലാം അതിനകത്ത് ആഡ് ചെയ്യുന്നു. +2 മാർക്ക് വെച്ചിട്ടും സ്ക്രീനിങ് ടെസ്റ്റ് വെച്ചിട്ടും നീറ്റിൻ്റെ പരീക്ഷയുടെ മാർക്കൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ജെയുടെ പരീക്ഷയുടെ മാർക്ക് വെച്ചിട്ട് ജെയ്ക്കാർക്കും ഒക്കെ സ്കോളർഷിപ്പുകളുണ്ട്. 10% മുതൽ 100% വരെ സ്കോളർഷിപ്പുള്ള കുട്ടികളുണ്ട്. ആ സ്കോളർഷിപ്പുകളെല്ലാം ആഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള തുകയാണ് അവരുടെ എത്രയാണെന്ന് കൃത്യമായിട്ട് പറയും. 18% GST ഉൾപ്പെടെയുള്ള തുകയുണ്ടാവും. ആ തുക അവർക്ക് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കാം. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ ഏത് വെച്ചിട്ടാണെങ്കിലും വീട്ടിൽ ഇരുന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ 8ഓളം സെൻറ്ററുകളിൽ ഏത് സെൻറ്ററിൽ വന്നു കഴിഞ്ഞാലും ഏത് സെൻറ്ററിലോട്ടും അഡ്മിഷൻ എടുക്കാം. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നാൽ കൊല്ലത്തോട്ട് അഡ്മിഷൻ എടുക്കണമെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. സെൻറ്ററിൽ വന്നും ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് ഹോസ്റ്റൽ ഫീസാണ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ ഫീസ്. അത് മന്ത്ലിയാണ് അടയ്ക്കേണ്ടത്. അത് മന്ത്ലി
നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചിട്ട് പൈസയായിട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ അതാത് മാസം ഹോസ്റ്റൽ വാർഡന് അടയ്ക്കാനായിട്ട് സാധിക്കും. സർ, അതുപോലെ അടുത്തൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്, കുട്ടിയെ ബെർലിനിൽ റിപ്പീറ്റ് ചെയ്യിക്കാൻ ആഗ്രഹമുണ്ട്, +2 ഉയർന്നൊരു സ്കോർ കരസ്ഥമാക്കിയ കുട്ടിയാണ്, എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, നമുക്കറിയാം നമ്മുടെ ബാച്ചിലിരിക്കുന്ന 70 പേരിൽ ഒരു 40 പേരോളം തന്നെ വിവിധ സ്കോളർഷിപ്പുകൾക്ക് അച്ചീവ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് തന്നെ. അപ്പം ആ സ്കോളർഷിപ്പിന് ശേഷമുള്ള തുക അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 രീതിയിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഒന്ന്, 2-3 തവണയായിട്ട് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം ടോട്ടൽ ഫീസിൽ അല്പം കൂടുതൽ വരും. അതായത് ടോട്ടൽ ഫീസ് 1 ടൈമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ ഒരു 4000 രൂപയുടെ കുറവ് വരും. ഇനി അതല്ല 2-3 തവണയായിട്ട് അടയ്ക്കുന്നതെങ്കിൽ ആ ഒരു വ്യത്യാസം, ഒരു 4000 രൂപ കൂടുതൽ വരും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു സ്റ്റുഡൻറ് മൈത്രി സ്കീം വർഷങ്ങളായിട്ട് നമ്മുടെ നിരവധി വിദ്യാർത്ഥികൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ 4000-ലധികം വിദ്യാർത്ഥികളാണ് സ്റ്റുഡൻറ് മൈത്രി സ്കീമിലൂടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിന് മാത്രം ബെർലിനിൽ പഠിച്ചത്. അതായത് ഏതാണ്ട് നമുക്ക് 1/3 വിദ്യാർത്ഥികളെങ്കിലും സ്റ്റുഡൻറ് മൈത്രി സ്കീമിലൂടെ പഠിക്കുന്നുണ്ട്. നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അവർ ആ സ്റ്റുഡൻറ് മൈത്രി സ്കീമിന് അപേക്ഷ സമർപ്പിക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരിട്ട് അന്വേഷിച്ച് അവർക്ക് അർഹതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഭാഗികമായോ പൂർണ്ണമായോ നമ്മൾ ഫീസ് ഇളവ് നൽകാറുണ്ട്. അത് സ്റ്റുഡൻറ് മൈത്രി സ്കീമാണ്. സമൂഹത്തിൽ അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക്, അക്കാഡമിക്കിൽ നന്നായിട്ട് നിൽക്കുന്ന, മെറിറ്റായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബെർലിനിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ആ സ്റ്റുഡൻറ് മൈത്രി സ്കീമിലൂടെ പ്രദർശിപ്പിക്കുന്നത്. സർ, അതുപോലെ ഒരു പേരന്റിന്റെ അടുത്ത ചോദ്യം, സ്റ്റഡി മെറ്റീരിയൽസ് ബെർലിനിൽ ക്യാമ്പസിൽ എത്തുമ്പോഴാണോ ലഭിക്കുക, അതോ അതിന് മുൻപായി തന്നെ അയച്ചു തരുമോ? അപ്പം ബെർലിനിൻ്റെ 2 തരത്തിലുള്ള ബാച്ച് ഉണ്ട്. ഒന്ന് ഓഫ്ലൈൻ ബാച്ചും മറ്റൊന്ന് ഓൺലൈൻ ബാച്ചും. ഓൺലൈൻ ബാച്ച് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ അഡ്രസ്സിൽ നമ്മൾ വീട്ടിലെത്തിക്കും. ഇന്ത്യ പോസ്റ്റ് വഴി അയച്ച് നമ്മൾ വീട്ടിലെത്തിക്കും. ഫീസ് അടയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് സ്റ്റഡി മെറ്റീരിയൽ പോസ്റ്റ് വഴി അയച്ച് വീട്ടിലെത്തിക്കും. ഓഫ്ലൈൻ ബാച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്ററിൽ നേരിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ ക്ലാസ് തുടങ്ങുന്ന ആദ്യത്തെ ദിവസം ക്ലാസ്സുകളിലാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മെഡിക്കലിനുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ 27 സ്റ്റഡി മെറ്റീരിയലുകൾ, വർക്ക് ബുക്ക്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ബ്രെയിൻ പോയിൻ്റർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ലെക്ചർ നോട്ട്, അങ്ങനെ 27 സ്റ്റഡി മെറ്റീരിയലാണ് നമ്മൾ ഓരോ വിദ്യാർത്ഥിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അത് ഈ ഫീസിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതുമാണ്. സർ, അടുത്തൊരു സ്റ്റുഡൻറ്റിൻ്റെ ചോദ്യമാണ്, ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ഏറ്റവും ബെറ്റർ? തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് 2 രീതിയിൽ ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. ഒരു കുട്ടി വളരെ ഉത്തരവാദിത്തോട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ടോപ്പ് പേഴ്സണിൽ നിന്ന് വേണമെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീട്ടിലിരുന്ന് പഠിച്ച് തന്നെ 1ാം റാങ്കും 2ാം റാങ്കും ഒക്കെ നേടിയിട്ടുണ്ട്, അല്ലേ? നമ്മുടെ നന്ദിതയാണെങ്കിലും ആര്യയാണെങ്കിലും വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് ഓൺലൈനായിട്ട് പഠിച്ചാണ് 1ാം റാങ്ക് നേടിയത്. അപ്പം അത് അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ടൈം ടേബിളിൻ്റെ അനുസരിച്ച് പഠിക്കേണ്ടത്, തന്നെത്താൻ പഠിക്കാനുള്ളൊരു കഴിവ്, അത് ഡൗട്ട് ക്ലിയറൻസും എല്ലാത്തിനും ഉള്ളൊരു കഴിവ്. അപ്പം ബെർലിനിൻ്റെ ഓഫ്ലൈൻ ബാച്ച് ആണെങ്കിലും ഓൺലൈൻ ബാച്ച് ആണെങ്കിലും സംവിധാനങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇത് ഉപയോഗിക്കും എന്നുള്ള ഒരാളെ സംബന്ധിച്ചോളം ഓൺലൈന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അല്ലാത്തവരെ സംബന്ധിച്ചോളം, കാരണം നമുക്കറിയാം പ്രായം 16, 17, 18 വയസ്സുകളാണ്. നമുക്ക് മറ്റു ധാരാളം സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ധാരാളം സമയം തന്നെ ചെലവഴിക്കാനുള്ള, സ്വാതന്ത്ര്യത്തിനപ്പുറത്ത് സമയം ചെലവാക്കാനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പം അത് ഏത് രീതിയിൽ വിനിയോഗിക്കുമെന്നുള്ളത് അവനവൻ്റെ ഒരു ഇതാണ്. അപ്പം ഈ പ്രായത്തിൽ കൃത്യമായിട്ടും ഒരു ക്ലാസ് മെൻറ്ററുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ വാർഡൻ്റെ നേതൃത്വത്തിൽ വളരെ മോണിറ്ററൈസ് ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. അതായത് ഓഫ്ലൈനാണ് തീർച്ചയായിട്ടും കൂടുതൽ വിജയ ശതമാനം നൽകുന്നത്, സംശയമൊന്നുമില്ല. പക്ഷേ ആ രീതി ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം. കൃത്യമായിട്ടൊരു ടൈം ടേബിള്, അതിന് ക്യാമ്പസിൽ വരണം, ക്ലാസ്സുകളിൽ ഇരിക്കണം, ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി ഉപയോഗിക്കണം, സ്റ്റഡി മെറ്റീരിയൽ എല്ലാം ഉപയോഗിക്കണം, ശനിയും ഞായറും റെഫറൻസിന് വരണം, പരീക്ഷകളെല്ലാം ഓഫ്ലൈനായിട്ട് എഴുതണം. അത് കൃത്യമായിട്ടൊരു ടൈം ടേബിളാണ്. അത് മോണിറ്ററൈസ് ചെയ്യാൻ ഇവരെല്ലാവരും ഉണ്ട്. റെഗുലറായിട്ട് ആ ഒരു ചട്ടക്കൂടിലാണ് പോകുന്നതെങ്കിൽ വിദ്യാർത്ഥി ഒന്നും അറിയുന്നില്ല. പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, അതിനെക്കുറിച്ച് അറിയുന്നു, മോഡലുകൾ എഴുതുന്നു, എക്സാം ഹാളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓൺലൈൻ ആണെങ്കിലോ, ഓൺലൈൻ ഒരു ക്ലാസ് മെൻറ്റർ ഉണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നേരിട്ട് വിളിക്കും, ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും രക്ഷകർത്താവിനെ വിളിക്കും. ഈ ക്ലാസ് മെൻറ്റർ ഈ കുട്ടി എത്ര നേരം ക്ലാസ് കണ്ടു, എത്ര പരീക്ഷ എഴുതി എന്നുള്ളത്, അതിൻ്റെ വാച്ചിങ് ടൈം ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ കുട്ടി സ്വന്തമായിട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അപ്പം
ചെലവും കുറവാണ്. ഓൺലൈനാണെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ എന്തുമാത്രം ചെലവുകൾ കുറവാണ് അല്ലേ? ഒരു 4/1 ചെലവേ നമുക്ക് വരികയുള്ളൂ. അപ്പം ചെലവും കുറവാണ്. അവനവൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് പഠിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈൻ നല്ലത് തന്നെയാണ്. പക്ഷെ അവിടെ പരിമിതികൾ അല്ലെങ്കിൽ അത് വഴിമാറിപ്പോകാനുള്ളൊരു സാധ്യതയും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഓഫ്ലൈൻ വരാനുള്ള സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഓഫ്ലൈനായിട്ട് തന്നെ എടുക്കണം. സർ, അടുത്തൊരു ചോദ്യം അതൊരു പേരൻറ്റിൻ്റെയാണ്. മകൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഒരു പ്രീ പ്ലാൻ ഷെഡ്യൂൾ നിങ്ങൾക്കുണ്ടാവുമല്ലോ, അതൊന്ന് പറയാമോ? തീർച്ചയായിട്ടും നമുക്ക് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ്. NCERTയുടെ മുഴുവൻ ക്ലാസ്സുകളും നമ്മൾ ഓഫ്ലൈനായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തിയറി പഠിപ്പിച്ച് തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ഒരു ദിവസം 3 ക്ലാസ്സുകളാണ് ഉണ്ടാവുക. 2 മണിക്കൂർ വീതമുള്ള 3 സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ള സമയം കുട്ടിക്ക് ക്യാമ്പസിൽ തന്നെ ഇരുന്ന് പഠിക്കാം. തിരിച്ച് ക്യാമ്പസിൽ നിന്ന് മടങ്ങുന്ന ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാകും. ശനിയും ഞായറും സ്റ്റഡി ലീവാണ്. തിങ്കളാഴ്ചകളിൽ പരീക്ഷകളാണ്. അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് എല്ലാവരെയും അറിയിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഡിസംബർ അവസാനം അല്ലെ ജനുവരി ആദ്യത്തെ ആഴ്ച കൊണ്ട് മുഴുവൻ ടോപ്പിക്കും ക്ലാസ്സുകൾ എടുത്ത് തീർക്കും. അപ്പോൾ ഏത് സ്ട്രീമിൽ നിന്ന്, സ്റ്റേറ്റിൽ നിന്നോ TBC നിന്നോ ISC നിന്നോ വന്നാലും മുഴുവൻ ക്ലാസ്സുകളും നമ്മൾ NCERT ബേസ്ഡ് മുഴുവൻ ക്ലാസ്സുകൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് എടുത്ത് തീർത്ത് വീണ്ടും ജനുവരി മാസം നമ്മളിതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യും. ചില കുട്ടികൾക്കൊന്നും ചില ചാപ്റ്ററുകൾ അത്ര ഡീപ്പായിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് വീണ്ടും റിവൈസ് ചെയ്ത് ജനുവരി അവസാനം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ നമ്മൾ പരീക്ഷകളുടെ ഒരു സമയമാണ്. മുഴുവൻ പരീക്ഷകൾ നടത്തി അങ്ങനെയാണ് മെയ് ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ കുട്ടിയെ എക്സാം ഹാളിലോട്ട് എത്തിക്കുന്നത്. സർ, അതുപോലെ ഒരു കുട്ടി 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ബ്രില്യൻ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷം എപ്പോഴാവും തങ്ങൾക്ക് ഇടയ്ക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കുക? അതുപോലെ തന്നെ ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുമോ? നമ്മളിവിടെ ഇപ്പോൾ ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ശനി ഞായറും സ്റ്റഡി ലീവ് ആണെന്ന് പറഞ്ഞു. അത് വീട്ടിൽ പോകാനുള്ള അവധി ദിവസങ്ങളല്ല. യഥാർത്ഥത്തിൽ അവധിയായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഓണം വെക്കേഷന് 10 ദിവസം അവധി കൊടുക്കും. അന്ന് ക്യാമ്പസിൽ നിന്ന് തന്നെ വിവിധ സെൻറ്ററുകളിലോട്ട് വണ്ടികളുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനുള്ള നേരത്തെ തന്നെ ആ അവധി ദിവസങ്ങൾ എന്നാണെന്നുള്ളത് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറയും. ഓണത്തിനുള്ള അവധി ആ 10 ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. ആ 10 ദിവസവും ക്യാമ്പസിൽ തന്നെ നിൽക്കുകയും ചെയ്യാം. ക്യാമ്പസിൻ്റെ ഹോസ്റ്റൽ അന്നും വർക്കിംഗ് ആണ്, ക്യാമ്പസും വർക്കിംഗ് ആണ്. തിരുവോണം ഉൾപ്പെടെ ഉള്ളത് നമുക്ക് വേണേൽ ഹോസ്റ്റലിൽ നിൽക്കാം. പിന്നെ ആദ്യമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് ആ സമയത്ത് വീട്ടിൽ വേണമെങ്കിൽ പോകാം. പിന്നീടുള്ളത് ഡിസംബറിൽ ക്രിസ്മസ് വെക്കേഷൻ. അതും 10 ദിവസം അവധിയുണ്ട്. നേരത്തെ അറിയിക്കും. ക്യാമ്പസിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിലോട്ടും വണ്ടികളുണ്ടാവും. വേണമെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുകയും ചെയ്യാം. അതിനുശേഷം പിന്നെ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് മാത്രമേ വീട്ടിൽ പോകാനുള്ള സാഹചര്യമുള്ളൂ. അപ്പം ഈ ഓണം, ക്രിസ്മസ് വെക്കേഷൻ 10 ദിവസമാണ് അവധിയായിട്ട് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. അതല്ലാത്ത ശനി ഞായറും ഒക്കെ അടുത്താണ് വീടെങ്കിൽ പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മളത് നിരുത്സാഹപ്പെടുത്തും. കാരണം പഠിക്കാനുണ്ട് അതിന് മാത്രം. അതുപോലെ തന്നെ പേരൻസിന് എപ്പോഴാണെങ്കിലും നമ്മുടെ ക്യാമ്പസിലോട്ട് വരാം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണെങ്കിൽ ക്ലാസ് നടക്കുന്ന സമയത്ത് തന്നെ ക്ലാസ് മെൻറ്ററെ വന്ന് കണ്ട് കുട്ടിയെയും കൂടെ അടുത്ത് നിർത്തി ക്ലാസ്സിൻ്റെ പഠനകാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ശനി ഞായറും ദിവസങ്ങളിലാണെങ്കിൽ ഹോസ്റ്റലുകളിൽ വന്ന് ഹോസ്റ്റൽ വാർഡനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പേരൻസിന് ഏത് സമയത്തും ക്യാമ്പസിലോട്ട് വരാം. കുട്ടികൾക്ക് ഓണം, ക്രിസ്മസ് വെക്കേഷന് വീടുകളിലോട്ട് മടങ്ങുന്നതായിരിക്കും ഉചിതം. പിന്നെ ചോദിച്ചത് ഫോണിൻ്റെ ഉപയോഗം. നമുക്ക് പഠിക്കുന്നതിനാവശ്യമായ ബ്രില്യൻ്റ് ടാബ് നമ്മൾ നൽകുന്നുണ്ട്. എല്ലാ ക്ലാസ് റൂമുകളും ക്യാമ്പസും ഹോസ്റ്റലും വൈഫൈ സൗകര്യവും ഉണ്ട്. അപ്പോൾ പഠിക്കുന്നതിനാവശ്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ടാബും ലേണിംഗ് ആപ്പും വൈഫൈയും ധാരാളം മതിയാകും. അതെപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമെങ്കിൽ അത് ഹോസ്റ്റൽ വാർഡനെയാണ് നമ്മൾ ഫോൺ ഏൽപ്പിക്കുന്നത്. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും നിങ്ങൾക്ക് വീട്ടിലോട്ട് വിളിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുക. ആ സമയം ഏതാണെന്നുള്ളത് നേരത്തെ തന്നെ രക്ഷിതാക്കളെയും അറിയിക്കും, കുട്ടികളെയും അറിയിക്കും. ആ സമയത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാം. ഇതുകൂടാതെ ആദ്യമായിട്ടല്ലേ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പം വന്ന ആ സമയം ജൂൺ മാസത്തിലെ ആദ്യത്തെ 2 ആഴ്ചയൊന്നും നമ്മൾ ഫോൺ മേടിച്ച് വെക്കില്ല. കുട്ടികളുടെ കയ്യിൽ തന്നെ ഫോൺ കാണും, എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വിളിക്കാൻ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് ഹോസ്റ്റൽ വാർഡന്മാരത് സൂക്ഷിച്ചു വെക്കുന്നത്. പിന്നെ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിലോട്ട് വിളിക്കാം. കാരണം ക്യാമ്പസിൽ നിരവധി ഫോണുകളുണ്ട്. ക്ലാസ് മെൻറ്റേഴ്സ് വഴി വിളിക്കാം, ഹോസ്റ്റൽ വാർഡന്മാർ വഴി വിളിക്കാം, പേരൻസിന് തിരിച്ച് വേണമെങ്കിൽ അവരെ വിളിക്കാം. കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ
നമുക്ക് നീറ്റ് 2026 ക്രാക്ക് ചെയ്യേണ്ടത്. അതെ. അതിന് വിനോദോപാധികളായിട്ട് ഒരിക്കലും ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ സമ്മതിക്കില്ല. കൃത്യമായിട്ട് മോണിറ്ററൈസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമ്മൾ മുമ്പോട്ട് പോവുക. ടാബ് ആണെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ബ്രില്യൻറ്റിൻ്റെ ഇ ലേണിംഗ് ആപ്പ് മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ അനുവദിക്കുകയുമുള്ളൂ. സാർ, അതുപോലെ അടുത്തൊരു ചോദ്യം, ബ്രില്യൻറ്റിന്റെ സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയാനിടയായി, കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാമോ? പല രീതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ളൊരു വ്യവസ്ഥ ഇവിടെയുണ്ട്. ഒന്ന്, അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ മാർക്കിൻ്റെയോ അല്ലെങ്കിൽ പരീക്ഷകളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ. പിന്നെ നമ്മൾ വീക്ക്ലി പരീക്ഷകളും മോഡൽ എക്സാമുകളും എഴുതുമ്പോൾ അതിൽ സമ്മാനം മേടിച്ചുകൊണ്ട് നമുക്ക് സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കാം. പിന്നീടുള്ളത് ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്കോളർഷിപ്പുകളുണ്ട്. ജനറൽ വിഭാഗത്തിനാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വിദ്യാസമുന്നതി സ്കീം പ്രകാരം സ്കോളർഷിപ്പ് ലഭിക്കും. OBC വിഭാഗമാണെങ്കിൽ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. SC വിഭാഗമാണെങ്കിൽ, ST വിഭാഗമാണെങ്കിൽ, രജിസ്റ്റേർഡ് ഫിഷർമാൻ വിഭാഗമാണെങ്കിൽ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പുകളുണ്ട്. അപ്പം ഏതൊരു വിഭാഗത്തിനും എൻട്രൻസ് കോച്ചിങ്ങിന് അവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെയുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വിദ്യാസമിതി, ഇ ഗ്രാൻസ്, രജിസ്റ്റേർഡ് ഫിഷർമാൻ, SC, ST വിഭാഗത്തിനെല്ലാം ആ സ്കോളർഷിപ്പുകൾ ലഭ്യമാണ്. ഇനി ഇതിനേക്കാളൊക്കെ ഏറ്റവും ആകർഷകമായത് എൻട്രൻസിന് കിട്ടുന്ന റാങ്ക് അനുസരിച്ച് വിക്ടറി ഡേയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ശ്രീധൻ ശർമ്മലിന് കൊടുത്തത് 1 കോടി രൂപയാണ് നമ്മൾ കൊടുത്തത്. അങ്ങനെ 1 കോടി രൂപ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഗോൾഡ് മെഡലുകളുമാണ് നമ്മൾ സമ്മാനമായി നൽകുന്നത്. പരീക്ഷകൾക്കും ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ നമ്മുടെ മോഡലിന് നമ്മൾ ഗോൾഡ് മെഡലാണ് ഇടിക്കുന്നത്. അപ്പം ധാരാളം സ്കോളർഷിപ്പിനുള്ള അവസരങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ട്. അത് ആദ്യത്തെ അഡ്മിഷൻ്റെ സമയത്ത് +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, ബ്രില്യൻറ്റിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, നീറ്റ് 2025 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, ബ്രില്യൻറ്റിൽ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്തതാകാം, ലോങ് ടൈം ചെയ്തതാകാം, റെസിഡൻഷ്യൽ ബാച്ച് പഠിച്ചതാകാം, ക്രാഷ് പഠിച്ചതാകാം. ആ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പുകളുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാം വഴിയാണെങ്കിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പുകളും. എക്സാം കഴിഞ്ഞിട്ട് എൻട്രൻസിന് കിട്ടുന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ കേരള മെഡിക്കൽ റാങ്ക് 500-നകത്ത് വന്നാൽ മതി, ഗോൾഡ് മെഡൽ ഉറപ്പാണ്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും അധികം അക്കാഡമിക് മെറിറ്റ് ഉള്ളവരെ അംഗീകരിക്കുന്ന സ്ഥാപനമാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. സാർ, അടുത്തൊരു പേരൻറ്റിൻ്റെ ചോദ്യമാണ്. എൻ്റെ പേര് ഫാത്തിമ. മാഡം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് നോയമ്പിൻ്റെ സമയത്തുള്ള ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ബ്രില്യൻറ്റിൻ്റെ ക്യാൻറ്റീൻ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായിട്ടും. ബ്രില്യൻറ്റിനൊരു ഡയറ്റീഷ്യന്മാരൊക്കെ അംഗീകരിച്ചിരിക്കുന്ന വളരെ പ്രോട്ടീൻ സമ്പന്നമായ ഒരു ഫുഡ് മെനു ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ബ്രില്യൻറ്റിൻ്റെ ഏത് ക്യാമ്പസ് ആണെങ്കിലും ഏത് ഹോസ്റ്റൽ സംവിധാനങ്ങളാണെങ്കിലും ആ ഒരൊറ്റ ഫുഡ് മെനുവിലൂടെ ആയിരിക്കും ബ്രില്യൻറ്റ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടാതെ തന്നെ റിഫ്രഷൻ ടൈമിൽ, ഇപ്പോൾ ഇൻ്റർവൽ സമയം, ലഞ്ച് ബ്രേക്ക്, ഈവനിങ് ടൈമിലൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇൻഡിവിജ്വലായിട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ, ഫ്രൂട്ട്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആപ്പിളും മുന്തിരിയും ഏത്തപ്പഴവും പൈനാപ്പിളും മാതള നാരങ്ങയും, അപ്പം അവർക്ക് എന്താണോ ഹോസ്റ്റലിൽ പോയിരുന്നത് കഴിക്കണമെന്ന് തോന്നുന്നത് അതിനുള്ള എല്ലാ കടകളും എല്ലാ ഫുഡ് ക്രമീകരണങ്ങളും ബ്രില്യൻറ്റിലുണ്ട്. ഇപ്പോൾ ഒരു ജ്യൂസ് കുടിക്കണം, അല്ലെങ്കിൽ ക്യാൻറ്റീൻ സൗകര്യങ്ങൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ്, എന്തും ക്യാമ്പസിനകത്ത് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇനി നോയമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാലയളവിൽ 2 പ്രാവശ്യമാണ് നോയമ്പ് കാലം വരുന്നത്. ആ സമയത്തും കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അതിനനുസരിച്ചുള്ളൊരു ഫുഡാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സൂര്യോദയത്തിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് ഹോസ്റ്റലിൽ കൊണ്ട് നമ്മൾ കൊടുക്കും. വളരെ വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ നമ്മൾ ആ ഹോസ്റ്റലിൽ കൊടുക്കും. തിരിച്ച് നോയമ്പ് വീടാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് പറയുന്ന ജ്യൂസ്, ഫ്രൂട്ട്സുകൾ, വളരെ പ്രോട്ടീനായിട്ടുള്ള ഭക്ഷണങ്ങൾ, കാരണം അത്രയും നേരം അവർ ആഹാരം കഴിക്കാതിരുന്നിട്ട് കഴിക്കുകയാണ്. അപ്പം അതനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. അത് ആ ചിട്ടയായ രീതിയിൽ തന്നെ തയ്യാറാക്കിയ ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് നമ്മൾ ഹോസ്റ്റലുകളിലും ക്യാൻറ്റീനിലും ഒക്കെ നമ്മളത് കൈകാര്യം ചെയ്യുന്നത്. സാർ, അതുപോലെ തന്നെ മറ്റൊരു പേരൻറ്റിൻ്റെ ചോദ്യം ഇതാണ്. ആ കുട്ടി കുറച്ച് ടെൻഷനുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് മാനസികമായി പിന്തുണ ലഭിക്കാൻ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ബ്രില്യൻറ്റിലുള്ളത്? ഏറ്റവും അവരെ എപ്പോഴും കാത്തു സംരക്ഷിക്കുന്നത് ക്ലാസ് മെൻറ്ററാണ്. ജോയിൻ ചെയ്യുന്ന അന്നു മുതൽ
എൻട്രൻസ് എക്സാമിനായിട്ട് രാവിലെ ഇവിടുന്ന് വണ്ടിയെ പോകുന്ന സമയം വരെ അവരുടെ കൈകൾ മെൻറ്ററുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ക്ലാസ് മെൻറ്റർ കയ്യിലുണ്ടാവും. കൂടാതെ തൊട്ട് മുകളിൽ കോർഡിനേറ്റർമാരായിട്ടുണ്ടാവും. ഡയറക്ടർമാരെപ്പോഴും അപ്രോച്ചബിൾ ആണ്. ഏത് ഡയറക്ടറുമായിട്ട് എപ്പോഴാണെങ്കിലും അവർക്ക് വളരെ വളരെ സ്മൂത്തായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. ഇൻ്റർനാഷണൽ ലെവലുള്ള എല്ലാ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും നമ്മളുടെ ക്യാമ്പസിൽ വന്ന് അവർക്ക് ആവശ്യത്തിനുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒരു മെഡിക്കൽ പരമായിട്ടൊരു കൗൺസിലിംഗ് വേണം, ഒരു സെൽഫ് മോട്ടിവേഷൻ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൗൺസിലേഴ്സാണ് എല്ലാ ക്യാമ്പസിലും ഉള്ളത്. ഏറ്റവും കുറഞ്ഞത് 6 കൗൺസിലേഴ്സെങ്കിലും ഓരോ ക്യാമ്പസിലും കാണും. അവർ നേരത്തെ തന്നെ അവരുടെ ടൈം എടുത്തുകൊണ്ട് ഇൻഡിവിജ്വലായിട്ട് അവരോട് സംസാരിച്ച് തൻ്റെ ടൈം ടേബിള്, തൻ്റെ പഠനത്തിൻ്റെ കാര്യങ്ങൾ, തൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ, തൻ്റെ തന്നെ ലക്ഷ്യം അതൊക്കെ പുനർനിർണ്ണയിച്ചുകൊണ്ട് കൃത്യമായിട്ടും വളരെ ആരോഗ്യകരമായിട്ട് നമുക്ക് ഈ ക്യാമ്പസിൽ അവരുടെ ഒരു ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. യെസ്, അപ്പോൾ 2026 റിപ്പീറ്റേഴ്സ് ബാച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഒരു മറുപടി നമ്മൾ ശിവൻ സാർ തന്നിട്ടുണ്ട് വളരെ വ്യക്തമായി. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് സംശയങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മാക്സിമം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുമായി ശിവൻ സാർ എത്തുന്നതായിരിക്കും. നന്ദി. Brilliant Study Center, India's #1 coaching center for NEET and JEE.